Hello, my dear students. Welcome back to Ishack's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ചാപ്റ്റർ നമ്പർ 6-ലെ വർക്ക് എനർജി പവറിലെ ലാസ്റ്റ് കൺസെപ്റ്റ് ആയ പവറാണ്. അതോടൊപ്പം തന്നെ കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് അലോങ് വിത്ത് പവർ ദെൻ ലാസ്റ്റ് ടോപ്പിക് കൊലീഷൻസ്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ആ ഒരു കാരണം കൊണ്ട് കൊലീഷൻ്റെ ഒരു പ്രോബ്ലം കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. A force is said to be conservative if the work done by it in moving a body from one point to another is independent of the path traversed. It depends only on the initial and final position. For a conservative force, the total work done in moving a body through any closed path, that is trip, is equal to 0. That is, conservative force means it is path independent. എവിടെ നിന്ന് എടുത്തു എവിടെ കൊണ്ട് വെച്ചു മാത്രമേ ഓർക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു പോയിന്റിന് എടുത്ത് കുറേ ദൂരം സഞ്ചരിച്ചു, എന്നിട്ട് അതേ പോയിന്റിൽ തിരിച്ചു കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ വർക്ക് നടന്നിട്ടില്ല എന്നർത്ഥം. കാരണം ആ കൊണ്ടുപോയ പാത്ത് ഡിപ്പെൻഡ് ചെയ്യില്ല. എവിടെ നിന്ന് എടുത്തു എവിടെ കൊണ്ടുവച്ചു. ഫോർ എക്സാമ്പിൾ, ഒരു ഒബ്ജക്ട് ലിഫ്റ്റ് ചെയ്യണം നമ്മൾ. ആ ലിഫ്റ്റ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ ലിഫ്റ്റ് ചെയ്താലും ഒരു കർവ്ഡ് ലൈനിൽ ലിഫ്റ്റ് ചെയ്താലും എവിടെ നിന്ന് എടുത്തു എവിടെ കൊണ്ടുവച്ചു, ആ ഹൈറ്റ്, ആ ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ ഫാക്ടറായിട്ട് വരുന്നുള്ളൂ. സോ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. Initial point and final point depends only on initial and final point. So if there is no displacement, the work done is 0. അതാണ് ഫുൾ കംപ്ലീറ്റ് ട്രിപ്പ്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു ഒബ്ജക്റ്റ് എ എന്നൊരു പോയിന്റിൽ നിന്ന് എടുത്തു, കുറേ ദൂരം നമ്മൾ സഞ്ചരിച്ചു, ആ എ എന്ന പോയിന്റിൽ തിരിച്ചു കൊണ്ടുവയ്ക്കുമ്പോഴും വർക്ക് 0 ആണ്. കാരണം ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ്. സോ കൺസർവേറ്റീവ് ഫോഴ്സ് മീൻസ് ഇറ്റ് ഇസ് പാത്ത് ഇൻഡിപെൻഡന്റ്. ഇറ്റ്സ് ഓൺലി ഡിപെൻഡ് ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. Example for conservative: electric force, magnetic force, and gravitational force, etc. are the examples for conservative force. A force is said to be non-conservative if the work done by it in moving a body from one point to another depends on the path traversed. For a non-conservative force, the total work done in moving a body through any closed path is not 0. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പാത്ത് ഡിപ്പെൻഡന്റ്. എവിടെ നിന്ന് എടുത്തു എവിടെ കൊണ്ടുവച്ചത് മാത്രമല്ല, എത്ര ദൂരം സഞ്ചരിച്ചു അല്ലെങ്കിൽ ഏതിലൂടെയൊക്കെയാണ് കൊണ്ടുപോകുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നോൺ കൺസർവേറ്റീവ്. ഇറ്റ് ഈസ് പാത്ത് ഡിപ്പെൻഡന്റ്. എക്സാമ്പിൾ ഓഫ് നോൺ കൺസർവേറ്റീവ്: ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. സെക്കൻഡ് ബുക്കിൽ നമ്മൾ വിസ്കസ് ഫോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഫ്ലൂയിഡ്സിൽ വരുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ വിസ്കസ് എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും വിസ്കസ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആകുമ്പോൾ അത് പാത്ത് ഡിപ്പെൻഡന്റ് ചെയ്യും. മറ്റേത് പാത്ത് ഇൻഡിപെൻഡന്റ് ആകുന്ന സമയത്താണ് നമ്മൾ വർക്ക് ഡൺ കാണുമ്പോൾ ഇന്റഗ്രൽ x1 to x2, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ, ഏതോടെ പോയി എന്ന് എന്ത് ചെയ്യുന്നില്ല, അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Next, mass energy equivalence. Einstein showed that mass is equivalent to energy. Matter can be converted to energy and energy can be converted into matter. The famous equation E equal to mc square, where c is the velocity of light in vacuum, that is 3 into 10 raised to 8 meter per second. This is equal to mc square means energy can be converted into mass and mass can be converted to energy. Nuclear fission fusion ഒരു എക്സാമ്പിൾ ആക്കി എടുക്കാം. അല്ലെങ്കിൽ പെയർ പ്രൊഡക്ഷൻ ആകുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്ന എനർജി പോയിട്ട് മാസ് ആവാണ്. പെയർ അനിഹിലേഷൻ, ദാറ്റ് ഈസ് റിവേഴ്സ് പ്രോസസ്. അപ്പോൾ ഇവിടെ ആക്ച്വലി നടക്കുന്ന ബൈൻഡിങ് മാസ് നമ്മൾ ഫിഷനും ഫ്യൂഷനിൽ പറയുമ്പോൾ ദാറ്റ് ഇസ് മാസ് ഡിഫറൻസ്. ആ ന്യൂക്ലിയോൺസിന്റെ മാസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായി നമ്മൾ കൂട്ടി നോക്കുമ്പോൾ അത് ഗ്രേറ്റർ ആയിരിക്കും ഒരുമിച്ച് നിൽക്കുന്നതിനേക്കാളും. കാരണം ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിന്റെ മാസ് കുറവായിരിക്കും. കാരണം ഈ മാസ് ഡിഫറൻസ് വരുന്നത് അതിന് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഈ എനർജിയാണ് ന്യൂക്ലിയർ ഫിഷനിലും ഫ്യൂഷനിലും പുറത്തേക്ക് റിലീസ് ചെയ്ത് വരുന്നത്. ഈ ബൈൻഡിങ് എനർജി ഡിഫറൻസ് ആണ് ന്യൂക്ലിയർ ഫിഷനിലും ഫ്യൂഷനിലും റിലീസ് ചെയ്യുന്നത്. സോ ഇത് വളരെ ഹൈ എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയാൻ കാരണം ചെറിയൊരു മാസ് ആണെങ്കിൽ ഇറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ സി സ്ക്വയർ. കാരണം സി എന്ന് പറയുന്നത് 3 into 10 raised to 8 ആണ്. സോ ഇറ്റ് ബിക്കം 9 into 10 raised to 6. അപ്പോൾ 1 gram ആണെങ്കിൽ തന്നെ ഇറ്റ് ബിക്കം 9 into 10 raised to 16 ജൂൾ എനർജി ആണെന്ന് ഉണ്ടാവുന്ന അവിടെ. കാരണം അത്രയും ട്രമൻഡസ് ഓഫ് എനർജിയാണ് ലിബറേറ്റ് ചെയ്യുന്നത്. കാരണം ചെറിയൊരു മാസ് ആണെങ്കിൽ ഇറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. സോ എനർജി ഈസ് എ very large factor. So equal to mc square can say that energy can be converted to mass and mass can be converted to energy. നെക്സ്റ്റ് ദ പവർ. അപ്പോൾ പവർ എന്ന ടോപ്പിക്കാണ് നമ്മൾ ആക്ച്വലി നമുക്ക് ഈ ഒരു വീഡിയോയിൽ എൻഫസൈസ് എടുക്കേണ്ടത്. പക്ഷെ വളരെ കുറച്ചായതുകൊണ്ട് ബാക്കിയുള്ള ടോപ്പിക്സ് കൂടി ഇതിനോടൊപ്പം ചേർത്താണ്. സോ പവർ ഈസ് എ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. പവർ ഈസ് ദ വർക്ക് ഡൺ ഇൻ 1 second and power is the ratio of work to the time taken. നോർമലി വർക്കും എനർജിയും പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫീൽ വരുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുക.
വർക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ജോലിയാണ്. എടുക്കുന്ന ജോലിക്ക് എനർജി ആവശ്യമാണ്. പവർ എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ജോലി വളരെ വേഗത്തിലാണെങ്കിൽ, ദറ്റ് ഈസ് വളരെ ഫാസ്റ്റ് ആണെങ്കിൽ അവർക്ക് പവർ കൂടുതലാണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഒരു വർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നു. അതേ സെയിം വർക്ക് ഒരാൾ 2 hours കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെ പവർ കൂടുതലാണ്. സോ പവർ മീൻസ് റേറ്റ് ഓഫ് വർക്കാണ്. ദറ്റ് ഈസ് വർക്ക് എത്രമാത്രം സ്പീഡിൽ ചെയ്യുന്നു അവർക്ക് പവർ കൂടും. അപ്പോൾ എനർജി മീൻസ് കപ്പാസിറ്റി ടു ഡു വർക്ക്. വർക്ക് ചെയ്യാനുള്ള എനർജിക്ക്, അതാണ് കപ്പാസിറ്റിക്കാണ് പറയുന്നത് എനർജി എന്ന് പറയാം. വർക്ക് പറഞ്ഞാൽ എടുക്കുന്ന ജോലി. ക്ലിയർ? ഏറ്റവും സ്പീഡിൽ എടുക്കുകയാണെങ്കിൽ അവർക്ക് പവർ കൂടുതലാണെന്ന് പറയാം. So power is a scalar quantity and its unit is watt and dimension is ml square t raised to minus 3. കാരണം in equation നമുക്കറിയാം power is equal to work by time ആണ്. വർക്ക് പറഞ്ഞാൽ ml square t raised to minus 2 ആണ്. But again t raised to minus 1 വരുമ്പോൾ t raised to minus 2 plus minus 1, that is t raised to minus 3. So വർക്ക് ഈസ് എഫ് ഡോട്ട് എസ് നമുക്കറിയാം, അല്ലെങ്കിൽ എഫ് എസ് എന്നറിയാം. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈമിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് എസ് ബൈ ടി ആവും. അല്ലെ എസ് ബൈ ടി മീൻസ് വെലോസിറ്റി ആണ് എഫ് ഇ. അപ്പോൾ പവറിന് എഫ് ഇ എന്ന ഇക്വേഷൻസ് ഉണ്ട്. നോർമലി പ്രോബ്ലം വരുമ്പോൾ പവർ ഇസ് ഇക്വൽ എഫ് ഇ, ഈ ഇക്വേഷൻ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇതിലാണ് കൂടുതലായിട്ട് പ്രോബ്ലം വന്ന് കണ്ടിരിക്കുന്നത്. സോ പവർ ഇസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻ ടു വെലോസിറ്റി. 1 kilowatt is equal to 1000 watt and 1 horsepower is equal to 1 HP is equal to 746 watt. ഇതൊക്കെ വൺ വേർഡ്സിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 1 HP, 1 horsepower is equal to 746 watt. Collisions. The interaction of bodies for a short interval of time through direct contact or otherwise is called collision. അപ്പോൾ interaction of two bodiesനെ പറയുന്നത് വളരെ ചെറിയ സമയത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നു. ഈ ഇന്ററാക്ഷനെ പറയുന്ന പേരാണ് കൊളീഷൻ. നമുക്ക് ഓൾറെഡി കൊളീഷൻസിൽ ഇക്വേഷൻസ് ഡ്രൈവ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വർക്കിലും എനർജിയാണ് കൂടുതൽ ഇക്വേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇത് ലൈവ് ക്ലാസ്സുകളിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണെന്ന് വരുന്നത് പറഞ്ഞു തരാം. In all collisions, total energy and total momentum are conserved. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊളീഷൻസ് ഉണ്ട്. എലാസ്റ്റിക്, ഇൻഎലാസ്റ്റിക്, പെർഫെക്റ്റ് ഇലാസ്റ്റിക്, ഒരുപാട് കൊളീഷൻസ് ഉണ്ട്. എല്ലാ കൊളീഷൻസിലും എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും, മൊമെൻറ്റം കൺസേർവ്ഡ്. ദാറ്റ് മീൻസ് ഇനീഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഫൈനൽ എനർജി, ഓർ ഇനീഷ്യൽ മൊമെൻറ്റം ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. Elastic collision and inelastic collision. Two types of collision നമ്മൾ basic discuss ചെയ്യുന്നത്. Elastic collision, inelastic collision. A collision is said to be elastic if total kinetic energy is conserved during the collision. Collision between subatomic particle can be considered as elastic. അപ്പോൾ മൊമെന്റം എല്ലാത്തിനും കൺസേർവ്ഡ് ആണെന്ന് പറയാം. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണെങ്കിൽ അത് എലാസ്റ്റിക് കൊളീഷൻ ആണ്. അപ്പോൾ കൺസർവേഷൻ നമ്മൾ എഴുതുക. ഫോർ എക്സാമ്പിൾ M1 എന്നൊരു ഒബ്ജക്റ്റ്, അതിൻ്റെ വെലോസിറ്റി U1 ആണ്. M2 എന്ന ഒബ്ജക്റ്റ്, അതിൻ്റെ വെലോസിറ്റി U2 ആണ്. രണ്ടും കൂടി കൊളൈഡ് ചെയ്തു. കൊളീഷന് ശേഷം M1ന്റെ വെലോസിറ്റി V1 ആയി, M2ന്റെ വെലോസിറ്റി V2 ആയെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതുക: ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 U2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ. ഇതാണ് കൺസർവേഷൻ എന്ന് പറയുന്നത്. നോട്ട് ഈക്വൽ ടു ഇറ്റ്സ് നോട്ട് കൺസേർവ്ഡ്. അപ്പോൾ എലാസ്റ്റിക് കൊളീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും, മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. അതോടൊപ്പം തന്നെ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. A collision is said to be inelastic if total kinetic energy is not conserved during the collision. Collision of vehicles of road are inelastic. അപ്പോൾ ഹെവി ഒബ്ജക്ട്സിലൊക്കെ നമ്മൾ കൊളൈഡ് ചെയ്യുമ്പോൾ ഇന്നെലാസ്റ്റിക് കൊളീഷൻസ് ആണ്. പക്ഷേ ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്ന നമ്മൾ എടുക്കുന്ന എലാസ്റ്റിക് ആയിട്ട് എടുക്കുക. കാരണം ഇപ്പോൾ ഇന്നെലാസ്റ്റിക് കൊളീഷനിൽ അവിടെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവില്ല. പക്ഷേ മൊമെന്റം എനർജി, ടോട്ടൽ എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. സോ ദിസ് എ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ elastic and inelastic collision. A collision is said to be perfectly inelastic if the two bodies could move together after the collision. അപ്പോൾ പെർഫെക്റ്റ്ലി ഇന്നെലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളീഷൻ ശേഷം രണ്ട് ഒബ്ജക്റ്റും ഒരുമിച്ച് ഒരു ഒബ്ജക്റ്റായിട്ട്, സിംഗിൾ ഒബ്ജക്റ്റായിട്ട് മൂവ് ചെയ്താൽ അതിന് വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇന്നെലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് പവറിന്റെ ഇക്വേഷൻസ് P equal to FE, ഇതാണ് ക്വസ്റ്റ്യൻസ് വരാറ്. കൊളീഷൻസ് നമുക്ക് ഒരുപാട് ഡെറിവേഷൻ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അത് ലൈവ് ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. ബാക്കി എന്താണ് E equal to MC square എന്ന ഇക്വേഷൻ മീൻ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A sphere of mass m is moving with a velocity u and makes a head-on collision with another identical mass which is at rest. It is observed that the stationary mass starts moving with a lesser velocity than u after the collision. അപ്പോൾ രണ്ട് സ്പിയേഴ്സ് ഉണ്ട്, സെയിം മാസ് ആണ്. ഇതിന്റെ ഐഡന്റിക്കൽ മാസ് എന്ന് പറയാൻ കാരണം ഒന്ന് റെസ്റ്റ് ആണ്, ഒന്ന് മൂവിങ് ആണ്, ഹെഡ് ഓൺ കൊളീഷൻ ആണ്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് സ്റ്റേഷനറി മാസ് എന്ത് ചെയ്തു? മൂവ് ചെയ്യാണ്. വന്ന വെലോസിറ്റിയെക്കാളും കുറച്ച് വെലോസിറ്റി കുറഞ്ഞിട്ട് അത് ഒരു ഒബ്ജക്റ്റ് നിൽക്കുമായിരുന്നു, ഒരു ഒബ്ജക്റ്റ് വരികയായിരുന്നു. വന്ന ഒബ്ജക്റ്റ് നിന്ന ഒബ്ജക്റ്റിനെ ഹിറ്റ് ചെയ്തു. നിന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്തു. മൂവ് ചെയ്യുമ്പോൾ ഏത് ഒബ്ജക്റ്റ് എങ്ങനെയാണ് മൂവ് ചെയ്ത്? വന്ന ഒബ്ജക്റ്റിനേക്കാളും കുറച്ച് വെലോസിറ്റി കുറഞ്ഞിട്ടാണ് മൂവ് ചെയ്ത് ആഫ്റ്റർ ദ കൊലീഷൻ.
First one, which physical quantity is conserved here? ഏത് physical quantity ആണ് conserved ആവുന്നത്? Second one, define coefficient of restitution. അപ്പോൾ റെസ്റ്റിറ്റ്യൂഷൻ എന്ന കോയഫിഷ്യന്റ് ചിലപ്പോൾ എടുത്ത് ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ടോപ്പിക് ആയിട്ട് പറയാതെ ഇവിടെ ക്വസ്റ്റൻ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്. ആൻഡ് സി, determine the ratio of the velocity of two spheres after collision if E is the coefficient of restitution. അപ്പോൾ restitution എന്ന E എന്നാണ് നമ്മൾ പൊതുവെ ഇൻഡിക്കേറ്റ് ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇറ്റ്സ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് മൊമെന്റം. കാരണം ഇത് ഇന്നലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇന്നലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ ഹെവി ബോഡി കൊളീഷൻസ് ഇന്നലാസ്റ്റിക് കൊളീഷൻസ് ആയിരിക്കും. അവിടെ കൈനറ്റിക് എന്താവില്ല, കൺസേർവ്ഡ് ആവില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്താണ് എനർജിയും ടോട്ടൽ എനർജിയും മൊമെന്റും കൺസേർവ്ഡ് ആണ്. ഇനി ബി, coefficient of restitution is defined as the ratio of relative velocity of separation after collision to the relative velocity of approach before collision. That's E is equal to v2 minus v1 by u1 minus u2. That is v2 means final velocity ആണ്, u means initial velocity ആണ്. അപ്പോൾ അതിന്റെ ഡിഫറൻസ് റേഷ്യോന് പറയുന്ന പേരാണ് E എന്ന് പറയുന്നത്, coefficient of restitution എന്ന് പറയുന്നത്. E is equal to v2 minus v1 by u1 minus u2. അപ്പോൾ v2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഒബ്ജക്റ്റിന്റെ ഫൈനൽ വെലോസിറ്റി, v1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ ഫൈനൽ വെലോസിറ്റി, u1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി, u2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി. സോ E is equal to 1 for perfectly elastic collision, E is equal to 0 for perfectly inelastic collision. അപ്പോൾ equal to 1 for perfect elastic collision and E equal to 0 for perfectly inelastic collision. അപ്പോൾ ഇതിൽ വൺ വേർഡ് ഒക്കെയാണ് ഇത് വരിക. സോ E is equal to this coefficient of restitution E equal to 1 for perfect elastic and E equal to 0 for perfect inelastic collision. And the last one, by law of conservation of momentum we can write m1 u1 plus m2 u2 is equal to m1 v1 plus m2 v2. കാരണം ഇവിടെ മൊമെന്റം കൺസേർവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം, ഇനീഷ്യൽ മൊമെന്റം m1 u1 plus m2 u2, that is final momentum m1 v1, both are equal. So here m1 equal to m2 ആണ്, that is m ആണ്, u1 equal to u and u2 equal to 0. കാരണം ഫസ്റ്റ് കേസിൽ സെക്കൻഡ് ഒബ്ജക്ട് റെസ്റ്റ് ആയിരുന്നു, ഫസ്റ്റ് ഒബ്ജക്റ്റ് ആണ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്, രണ്ടിന്റെ മാസം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ mu is equal to m1 m into v1 plus m into v2. So v1 plus v2 is equal to u. കാരണം mm ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടും u equal to v1 plus v2. By definition of E, E equal to v2 minus v1 by u. So v2 minus v1 is equal to u. കാരണം നമുക്കറിയാം u2 minus u1 ആണ്, പക്ഷേ എന്തായിരുന്നു അതിൽ u2 minus u1 u ആണ്. സോ v2 minus v1 by u is equal to E എന്ന് കിട്ടി. ദാറ്റ് മീൻസ് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ആണ് E എന്ന് മീൻസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഫൈനൽ ബൈ ഇനീഷ്യൽ എന്നാണ്. സോ v2 minus v1 is equal to E u. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 and 2 ഉണ്ട്, രണ്ടും കൂടി ആഡ് ചെയ്യും നമുക്ക് കിട്ടുന്ന 2v2 is equal to u1 plus E. That is right hand side left hand side കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 2v2 is equal to u into 1 plus v. So 1 minus 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2v1 is equal to u into 1 minus e. That is equation number 4. So from equation 3 and 4 we can write v2 by v1 equal to 1 plus e by 1 minus e. So ഇതാണ് അതിൻ്റെ ratio of velocity in terms of coefficient of restitution. സോ ഇതൊരു പ്രോബ്ലം ആണ്. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് എന്ന് പറയുന്നത് വർക്ക് എനർജി പവറിൽ വർക്കിൻ്റെ ബേസും എനർജി ബേസ്ഡും ആണ്. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഫീൽ ഫ്രീ ആസ്ക് ടു കമൻറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.